പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 6 നെക്സ്റ്റ് പോർഷനാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നോക്കിയ കിഷോറിൻ്റെ കയ്യിൽ കുറച്ച് നമ്പർ കാർഡ്സ് ഉണ്ട്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 13, 9, 1, 7, 11, 5, 3 ഇങ്ങനെ കുറേ നമ്പർ കാർഡ്സ് ഉണ്ട്. ഇവിടെ 5 ബോക്സസ് ഉണ്ട്. ആ ഓരോ ബോക്സിലും ഓരോ നമ്പർ കാർഡ് വീതമേ വരാൻ പാടുള്ളൂ. അങ്ങനെ ഈ ഓരോ ബോക്സുകളും ഇതിലെ ഏതെങ്കിലും ഓരോ നമ്പർ കാർഡ് വെച്ച് ഫില്ല് ചെയ്യണം. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയായിരിക്കണം? 30 ആയിരിക്കണം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതായത് ഒരു നമ്പർ കാർഡ് ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 5 എണ്ണം യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത് അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 30 കിട്ടണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും 5 കാർഡുകൾ യൂസ് ചെയ്ത് നമുക്ക് 30 കിട്ടുന്ന രീതിയിൽ ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് കഴിയുമോ? അത് പോസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, ഈവൻ നമ്പേഴ്സ് എടുത്താൽ, ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 4, 6, 8, 10 ഇങ്ങനെ വരുന്നതാണ് ഈവൻ നമ്പേഴ്സ്. അതായത് 2വിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നതെല്ലാം എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈവൻ നമ്പേഴ്സിനെ നമുക്ക് ലെഫ്റ്റ് ഓവർ ഇല്ലാതെ പേഴ്സ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിയേ, ഇത് 6 ഈസ് ആൻ ഈവൻ നമ്പർ. ഇതെന്താണ്? 10 ഒരു ഈവൻ നമ്പറാണ്. ഇതെത്രയാണ്? 2, 4, 6, 8, 10, 12, 14, 16, 18. 18നും എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്, ഈവൻ നമ്പറാണ് അല്ലേ? അപ്പോൾ ഈ ഈവൻ നമ്പേഴ്സിനെയൊക്കെ നമുക്കിങ്ങനെ പെയേഴ്സ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ലെഫ്റ്റ് ഓവർ ഒന്നും വരുന്നില്ല. കറക്റ്റ് പെയേഴ്സ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈവൻ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? അപ്പോൾ നോക്കിയേ, 6ഉം 10ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 6 + 10 ഈസ് 16. ഇതിനെ നമുക്ക് പെയറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 10ൻ്റെ കൂടെ ഈ 6ഉം കൂടി ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ അതും എന്താണ്? പെയേഴ്സായിട്ട് തന്നെ വരും. അതേപോലെ 4 + 6 ദാറ്റ് ഈസ് 10 അല്ലേ? ഈ 4ഉം ഈ 6ഉം കൂടെ, ഇത് രണ്ടും കൂടെ എന്തായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? പേഴ്സായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2 ഈവൻ നമ്പേഴ്സിനെ നമുക്ക് ലെഫ്റ്റ് ഓവർ ഇല്ലാതെ പേഴ്സായിട്ട് അറേഞ്ച് ചെയ്യാം. അതേപോലെ 2 ഈവൻ നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ലെഫ്റ്റ് ഓവർ ഇല്ലാതെ പെയറായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇതാ കാണിച്ചിട്ടുണ്ട്. ഇതെത്രയാണ്? 6 + 4 അല്ലേ? 2 ഈവൻ നമ്പേഴ്സിനെ ഇവിടെ ആഡ് ചെയ്തപ്പോൾ ഇത് ടോട്ടൽ 10 ആണ്. ഈ 10നെ നമുക്ക് പെയറായിട്ട് എന്ത് ചെയ്യാൻ പറ്റി? അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ സം വിൽ ഓൾവേസ് ബി ആൻ ഈവൻ നമ്പർ. അതായത് 2 ഈവൻ നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമ്മും എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഈവൻ നമ്പർ തന്നെ ആയിരിക്കും. ഇനി ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. ഓഡ് നമ്പേഴ്സിനെ നമുക്ക് പേഴ്സായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? അതായത് ആൻ ഓഡ് നമ്പർ ഈസ് 1 more than ദി കളക്ഷൻ ഓഫ് പേഴ്സ് അല്ലേ? അതായത് ഇവിടെ ദ 6ൻ്റെ കൂടെ 1 ചേരുന്നതാണ് 7, ഓഡ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പേഴ്സിനെ കാട്ടിൽ 1 കൂടുതലായിരിക്കും എപ്പോഴും ഓഡ് നമ്പേഴ്സ്. ഇവിടെ 10നെ കാട്ടിൽ 1 കൂടുതലാണ് ഓഡ് നമ്പർ വന്നപ്പോൾ 11 എന്ന് പറയുന്നത്. ഇത് 19 അല്ലേ? 18നെ കാട്ടിൽ, അതായത് പെയറായിട്ട് നമ്മൾ എടുത്തതിനെ കാട്ടിൽ 1 കൂടുതലാണ് 19 എന്ന് പറയുന്നത്. അതായത് അതും ഒരു ഓഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ ഓഡ് നമ്പേഴ്സിനെ നമുക്കൊരിക്കലും പേഴ്സായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ? പക്ഷേ ഓഡ് നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ 2 ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതെത്രയാണ്? ഈ ഗ്രീൻ കളറിൽ തന്നിരിക്കുന്നത് 7 ആണ്, അത് ഓഡ് നമ്പറാണ്. ഈ വയലറ്റ് കളറിൽ, പർപ്പിൾ കളറിൽ തന്നിരിക്കുന്നത് 5 ആണ്. 7 + 5 എന്ത് കിട്ടി? 12. 12 ഈസ് ആൻ ഈവൻ നമ്പർ. പക്ഷേ ഈ 7ഉം 5ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടിനെ നമുക്ക് പെയറായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലേ?
അതേപോലെ ദാ ഇവിടെ നോക്കിയേ 3യും 3യും അല്ലേ, രണ്ടും ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ കിട്ടുന്ന 6നെ നമുക്ക് പെയറായിട്ട് അറേഞ്ച് ചെയ്യാം. 5ഉം 3യും രണ്ടും ഓഡ് നമ്പേഴ്സാണ്, പക്ഷേ നമുക്ക് ആൻസർ കിട്ടിയത് 8 ആണ്. 8നെ നമുക്ക് പെയറായിട്ട് അറേഞ്ച് ചെയ്യാം. ഇവിടെ 3യും 9ഉം 3യും 9ഉം കൂടെ 12 വരും. അതിനെ നമുക്കിവിടെ പെയറായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ദിസ് ഫിഗർ ഷോസ് ദാറ്റ് ദ സം ഓഫ് ടു ഓഡ് നമ്പേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി ഈവൻ. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. രണ്ട് ഈവൻ നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ സം എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. രണ്ട് ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്താലും സം എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി 3 ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്താലോ? വാട്ട് അബൌട്ട് ആഡിങ് 3 ഓഡ് നമ്പേഴ്സ്? ക്യാൻ ദ റിസൾട്ടിങ് സം ബി അറേഞ്ച്ഡ് ഇൻ പെയർസ്? അപ്പം 3 ഓഡ് നമ്പേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇപ്പോൾ ദാ ഇവിടെ നോക്കിയേ, ഇവിടെ 3യും 3യും എടുത്തു. വീണ്ടും ഒരു 3യും കൂടെ വന്നാലോ? ദാ ഇവിടെ ഒരെണ്ണം ലെഫ്റ്റ് ആവും അല്ലേ? അപ്പോൾ പെയറായിട്ട് ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ 3 ഓഡ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെയറായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് നോക്കിയേ, 4 ഓഡ് നമ്പേഴ്സ് എടുത്താലോ? 4 ഓഡ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെയറായിട്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3 + 5 + 7 + 9. ഇത് 4ഉം ഓഡ് നമ്പേഴ്സാണ്. ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കാം. 5 + 3 8, 8 + 7 15, 15 + 9 24. 24 എന്താണ്? ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെയറായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 5 ഓഡ് നമ്പേഴ്സ് എടുത്താലോ? ഇതിൻ്റെ കൂടെ ഇത് 4 ഓഡ് നമ്പേഴ്സാണ്. ഇതിൻ്റെ കൂടെ 1 ഒരു ഓഡ് നമ്പറാണ് അല്ലേ? 1ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 25 വരും. അപ്പോൾ 5 ഓഡ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഓഡ് നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് പെയറായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 5 ഓഡ് നമ്പേഴ്സിനെ നമുക്ക് പെയറായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 4 ഓഡ് നമ്പേഴ്സിനെ പെയറായിട്ട് അറേഞ്ച് ചെയ്യാം. ഇനി 6 ഓഡ് നമ്പേഴ്സ് എടുത്താലോ? അപ്പോൾ 1 3 5 7 9 5 ഓഡ് നമ്പറായി. അടുത്ത എന്താണ്? 11. ഇതിൻ്റെ കൂടെ 11 കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 36 എന്ന് വരും. 36 ഒരു ഈവൻ നമ്പറാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പെയറായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 2 ഓഡ് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് പെയറായിട്ട് അറേഞ്ച് ചെയ്യാം. 4 ഓഡ് നമ്പർ ആഡ് ചെയ്താലും പെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്യാം. 6 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താലും നമുക്ക് പെയേഴ്സായിട്ട് അറേഞ്ച്, അതായത് ഈവൻ ടൈംസിലുള്ള ഓഡ് നമ്പേഴ്സിനെ നമുക്ക് പെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന ഈ പസിൽ നമുക്കൊന്ന് നോക്കാൻ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒന്ന് നോക്കിയേ. 13 9 1 7 11 5 3 എല്ലാം എങ്ങനെയുള്ള നമ്പേഴ്സാണ്? ഓഡ് നമ്പേഴ്സാണ്. എത്ര ടൈംസ് ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 5 ടൈംസ് ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എത്ര ടൈംസ്? ഈവൻ ടൈംസ് ഓഡ് നമ്പേഴ്സ് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ സമ്മ് ഈവനായിട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ നോക്കിയാൽ 5 ടൈംസ് ആണല്ലേ? 5 എന്ന് പറയുന്നത് ഓഡാണ് അല്ലേ? ഓഡ് ടൈംസ് ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമ്പർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഓഡ് ടൈംസ്, അതായത് 5 ടൈംസ് ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈവൻ നമ്പർ കിട്ടില്ല. 30 ഒരിക്കലും നമുക്ക് കിട്ടില്ല ഈ നമ്പേഴ്സ് വെച്ചിട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഇത് പോസിബിൾ അല്ല. മനസ്സിലായല്ലോ? അതേസമയം ഒരു ബോക്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതിനെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. കാരണം എന്താണ്? ഈവൻ ടൈംസ് ഓഡ് നമ്പർ വരും. ഓക്കെ, ഈവൻ ടൈംസ് ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, there are 5 empty boxes. That means he has an odd number of boxes. All the number cards contain odd numbers. They should add to 30, which is an even number, since adding any 5 odd numbers will never result in an even number. Kishore cannot arrange these cards in the boxes to add up to
30. കിഷോറിന് ഒരിക്കലും 30 വരെ ഇതിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. റീസൺ എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈവൻ ടൈംസ് ആണ് ഓഡ് നമ്പർ ആഡ് ചെയ്യുന്നതെങ്കിൽ ആൻസർ ഈസ് ഓൾവേസ് ഈവൻ. ഇനി ഓഡ് ടൈംസ്, അതായത് 1, 3, 5, 7 ഇങ്ങനെയുള്ള ഇത്രയും ടൈംസ് ഒക്കെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതെങ്കിൽ ആൻസർ എപ്പോഴും ഓഡ് നമ്പേഴ്സ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. 2 siblings, Martin and Maria, were born exactly 1 year apart. Today they are celebrating their birthday. Maria exclaims that the sum of their ages is 112, അതായത് 112. Is this possible? Why or why not? ഇപ്പോൾ 2 സിബ്ലിങ്സ് മാർട്ടിനും മരിയയും അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അല്ലേ. അവരെ എങ്ങനെയാണ് ബോൺ ചെയ്തത്? വർ ബോൺ എക്സാക്ട്ലി 1 year അപ്പാർട്ട് അല്ലേ. അടുത്തടുത്ത 2 വർഷങ്ങളിലായിട്ടാണ് അവർ ബോൺ ആയിട്ടുള്ളത്. അപ്പോൾ മരിയ എക്സ്ക്ലെയിംസ് ദാറ്റ് ദ സം ഓഫ് ദെയർ ഏജസ് ഈസ് 112. 112 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പറാണ് അല്ലേ. അപ്പോൾ ഇത് പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോക്കി, ആസ് ദേ വർ ബോൺ 1 year അപ്പാർട്ട് ദർ ഏജ് വിൽ ബി 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കും അവരുടെ ഏജസ് ആയിട്ട് വരിക. അതായത് കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് വെച്ചാൽ എന്താ? അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്, അതായത് 3, 4, 5, 6, 9, 10 ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഏജുകളുടെ സം എന്ന് പറയുന്നത് 112 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് 2 അടുത്തടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിളിന് ഞാൻ 3ഉം 4ഉം എടുക്കുന്നത്. 3ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 7 കിട്ടും. ഇനി 10ഉം 11ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 21 കിട്ടും. ഇനി 51ഉം 52ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 103 കിട്ടും. അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. നമുക്കിവിടെ ചെയ്തപ്പോഴൊന്നും ഈവൻ നമ്പർ കിട്ടിയില്ല അല്ലേ. ഓക്കെ, നോക്കിയാൽ ദ കൗണ്ടിങ് നമ്പേഴ്സ് 1, 2, 3, 4, 5 etc. alternate between even and odd numbers. In any 2 consecutive numbers, one will always be even and the other will always be odd. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 നമ്പേഴ്സിൽ ഒരെണ്ണം എപ്പോഴും ഈവനും ഒരെണ്ണം ഓടുമായിരിക്കും. വാട്ട് വുഡ് ബി ദ റിസൾട്ടിംഗ് സം ഓഫ് ആൻ ഈവൻ നമ്പർ ആൻഡ് ആൻ ഓഡ് നമ്പർ? വി ക്യാൻ സീ ദാറ്റ് ദർ സം കാൻറ്റ് ബി അറേഞ്ച്ഡ് ഇൻ പെയേഴ്സ് ആൻഡ് ദസ് വിൽ ബി ആൻ ഓഡ് നമ്പർ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരിക്കലും പെയറായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവർ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിലാണ് ഇവരുടെ എന്ത് വന്നിരിക്കുന്നത്? ഏജ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ആഡ് ചെയ്താൽ നമുക്കൊരിക്കലും 112 കിട്ടില്ല. 112 എപ്പോഴും എന്താണ്? ഈവനാണ്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് ഓഡായിരിക്കും കിട്ടുക. ഒന്ന് സിൻസ് 112 ഈസ് ആൻ ഈവൻ നമ്പർ and Martin's and Maria's age are consecutive numbers, they cannot add up to 112. അപ്പോൾ 112 വരെ 12 ആയി നമുക്ക് ഒരിക്കലും കിട്ടില്ല. We use the word parity to denote the property of being even or odd. For instance, the parity of the sum of any 2 consecutive number is odd. Similarly, the parity of the sum of any 2 odd numbers is ഈവൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈവൻ ആണോ ഓടാണോ ഈവനോ ഓടോ ആകുന്നതിനുള്ള പ്രോപ്പർട്ടിയെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പാരിറ്റി എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ എന്ത് പറഞ്ഞിട്ടായിരുന്നു തുടങ്ങിയത്? പിക്കിംഗ് പാരിറ്റി ആയിരുന്നു നമ്മുടെ പോർഷൻ. അപ്പോൾ പാരിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് പാരിറ്റി? ഈവനോ ഓടോ ആകുന്നതിനുള്ള പ്രോപ്പർട്ടിയെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ പാരിറ്റി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സം, പാരിറ്റി ഓഫ് ദി സം ഓഫ് എനി 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് ഓഡ്. സിമിലർലി പാരിറ്റി ഓഫ് ദി സം ഓഫ് എനി 2 ഓഡ് നമ്പേഴ്സ് ഈസ് ഈവൻ.
മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഈ പോർഷനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിച്ചത് എന്താണ്? നമുക്ക് 2 ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന സമ്മ് ഈവൻ ആയിരിക്കും. 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താലും കിട്ടുന്നത് ഈവൻ ആയിരിക്കും. ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. ഇത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അടുത്ത നമുക്ക് ഫിഗർ ഇറ്റ് ഔട്ടാണ് ചെയ്യാനുള്ളത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.